PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സ് ആണ് എടുത്തത്. മാത്സ് ഡെസിമൽ ഫോംസ്. ഡെസിമൽ ഫോംസില് നമ്മൾ ആദ്യം പഠിച്ചു ഡിനോമിനേറ്റർ 10 ആയിട്ട് അല്ലെ 10ന്റെ മൾട്ടിപ്പിൾസ് ആക്കിയിട്ട് നമ്മൾ കാണാനായിട്ട് പഠിച്ചു. ഡെസിമൽ ഫോം ആക്കാൻ 10ന്റെ മൾട്ടിപ്പിൾസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 100 വരുമ്പോൾ 2 പോയിന്റ് അല്ലെ. അങ്ങനെ നമ്മള് 10ന്റെ മൾട്ടിപ്പിൾസ് 2 × 5ന്റെ ഫോംസ് ആ ഫോം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ് ന്യൂ ഫോംസ്. അടുത്ത ടോപ്പിക് ന്യൂ ഫോംസ് ആണ്. ന്യൂ ഫോംസ് നമ്മൾ തുടങ്ങുന്നത് നോക്കാം. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കാം. കാരണം ഇവിടെ തന്നിരിക്കുന്നത് 1/3 ആണ്. 1/3 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാം, എല്ലാവർക്കും അറിയാം അല്ലെ. 1/3 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുന്ന രീതി എങ്ങനെയാ ഡിവൈഡ് ചെയ്യാം. 3നെ 1നെയാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്രയാ വരുന്നത്? ഇവിടെ അത് പോവോ? 1 പോകില്ല. 3നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ മുകളിൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ 0 അല്ലെ. മുകളിൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് 0 കിട്ടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഇനി 3 × 3 9 ആണ് അല്ലെ. 3 × 3 9 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി റിമൈൻഡർ 1. റിമൈൻഡർ 1 വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു 0 ഇട്ട് കൊടുക്കാം. കാരണം ഇവിടെ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട്. അപ്പോ 3 വീണ്ടും 9 1 വീണ്ടും നമുക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 3 × 9 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ ഉത്തരം നമുക്ക് സുഖമായിട്ട് അറിയാം എത്രയാണെന്ന്. 0.3333. ഇതാണ് നമ്മുടെ ഉത്തരം കേട്ടോ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കണക്കാണ്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റില് നമ്മളൊരു പുതിയ രീതി എടുത്തേക്കാണ്. വെറുതെ വളഞ്ഞു തിരിഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാണ്. പക്ഷെ നമുക്ക് എന്തായാലും ടെക്സ്റ്റിലെ രീതി ചെയ്യാതെ പറ്റില്ല. അത് ചെയ്തൊന്ന് 2 ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സുഖമാവും. പക്ഷെ ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മള് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്ന ഉത്തരാണ് എത്രയാണെന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയത് എത്രയാന്ന് നോക്കിയേ. 0.333 ഇങ്ങനെ പോവാണ് 3ന് അല്ലെ. ഇതാണ് നമുക്ക് ഹരിക്കുമ്പോ 1/3 ഹരിച്ചപ്പോ കിട്ടിയ ഉത്തരം ഞാൻ എഴുതി വെച്ചു. സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തില്ലേ. പക്ഷെ നമ്മുടെ രീതി അതല്ല. നമുക്കിപ്പൊ ചെയ്യേണ്ട രീതി എന്താ പറയുന്നത്? നമ്മുടെ ടെക്സ്റ്റില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1/3ന് എന്താ ചോദ്യം നോക്കാം. ദ പവേഴ്സ് ഓഫ് 10 ടു സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പവർ ഓഫ് ദ 10 ആണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഫൈൻഡ് എ ഫ്രാക്ഷൻ വിത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 10 വിച്ച് ഈസ് ക്ലോസ് ടു 1/3. 1/3 എന്ന് പറഞ്ഞ നമ്പർ ഒരിക്കലും നമുക്ക് 10ന്റെ ഡിനോമിനേറ്റർ 10ന്റെ മൾട്ടിപ്പിൾസ് ആക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും നേരം ചെയ്തത് എന്താണ്? 2 വന്നാൽ അല്ലെങ്കിൽ 5 വന്നാലൊക്കെ എത്ര 2 ഉണ്ടോ അത്ര 5 ഇട്ട് കൊടുത്തു. എത്ര 5 ഉണ്ടെങ്കിൽ അത്ര 2 ഇട്ട് കൊടുത്തു. അങ്ങനെ 10ന്റെ മൾട്ടിപ്പിൾസ് ആക്കാൻ നമ്മൾ പഠിച്ചു അല്ലെ. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? 3നെ നമുക്ക് എന്ത് ചെയ്താലും 10ന്റെ മൾട്ടിപ്പിൾസ് ആക്കാൻ പറ്റില്ല. പറ്റുമോ? അത് നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്രോക്സിമേറ്റ്ലി അതിനോടടുത്ത് 10നോടടുത്ത് വരുന്ന സംഖ്യ എന്താണ് നമ്മൾ നോക്കുകയാണ്. അത്രയും നമ്മൾ ചെയ്യണം കേട്ടോ. ഇത് നോക്കിയാൽ 3.333 ആണ്. അപ്പോ 10നോടടുത്ത് വന്നിട്ടുള്ളൂ എന്നാ നോക്കേണ്ടത്. ഇപ്പൊ നമ്മളൊരു സംഖ്യ കാണാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കാണ് 10. 10ന് മൈനസ് നമ്മൾ എത്രയാണ് വരുന്നത്? ഇവിടെ 2 കൊണ്ട് മൈനസ് ചെയ്താൽ എത്ര വരും? 8 വരും അല്ലെ. അപ്പൊ 10ന്റെ അടുത്തേക്ക് എത്തിയോ? 8 എന്ന് പറഞ്ഞ ഉത്തരം 10ന്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ? 10ന്റെ അടുത്ത് ഇവിടെ 10 മൈനസ് 3 വരികയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടും 7 ആണ്. 10 മൈനസ് 4 വരുന്ന ഞാൻ എത്ര കിട്ടും? 6 ആണ്. 10 മൈനസ് 5 വരുമ്പോ 5 ഇങ്ങനെ പോവാണ്. അപ്പോ നമുക്ക് എന്ത് വരണം? 10 മൈനസ് 10 വന്നാലാണ് എന്ത് വരുള്ളൂ? 0 വരുള്ളൂ. അപ്പൊ വലുതിൽ നിന്ന് ആ ഡിസ്റ്റൻസ് കുറഞ്ഞു 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 വരികയാണ് അല്ലെ. അതുപോലെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ നോക്കാൻ 1/3 നമ്മൾ 10ന്റെ
അപ്രോക്സിമേറ്റ് ടു 1/3 നിന്ന് ശരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് പറഞ്ഞെങ്കിൽ അതെന്തായിരിക്കണം? 1/3 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി ശ്രദ്ധിക്കാം. അപ്പൊ എളുപ്പമാണ്. 1/3 എന്തായിരുന്നത്? 1/3 ഇൻറ്റു 10/10 ഇൻറ്റു 10/10 1/3 ഇൻറ്റു 10/10 ഇങ്ങനെ നമ്മൾ ആദ്യം 10ന്റെ ഡിനോമിനേറ്റർ 10ന്റെ ഇതാക്കണം നമ്മള്. അപ്പൊ നമ്മൾ 10 ചെയ്യുമ്പോൾ ഇസിക്കൽ ടു നോക്കാം. ഇനി 1/3 ഇൻറ്റു 10/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഒന്ന് അങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിനോമിനേറ്ററും ഇവിടെ ആദ്യത്തെ ന്യൂമറേറ്റർ ബൈ രണ്ടാമത്തെ ഡിനോമിനേറ്റർ 10 അല്ലെ? കിട്ടിയില്ലേ? ഇൻറ്റു പിന്നെ ഇവിടെ ഇത് ന്യൂമറേറ്റർ ഇതിന്റെ ഡിനോമിനേറ്റർ ഇങ്ങോട്ടും കൊടുത്തു. ആദ്യത്തെ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പോ ഇതാണ് നമ്മുടെ 1/3. അപ്പൊ നമ്മളിവിടെ ഇൻറ്റു ചെയ്യാന് 1/3 ഇൻറ്റു 10/10 സ്ഥലം ആവാൻ വേണ്ടി ഒന്നുകൂടി കയറ്റി എഴുതുക. ഒരു സ്റ്റെപ്പിലാണ് എഴുതുക, നേരെ എഴുതുക എന്ന് പറഞ്ഞാൽ ഇനി ഒന്ന് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫറിംഗ് ആണ്. 1/3 ഇൻറ്റു 10/3 അത് കഴിഞ്ഞ് ഒന്ന് ഷഫർ ചെയ്യുക എന്ന് വെച്ചാൽ 10നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, 3നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത്രയ്ക്കുള്ളൂ. ഡിനോമിനേറ്റർ ഒന്ന് മാറ്റാം. അപ്പൊ ആദ്യം എന്തായി? 1/10 ഇൻറ്റു 10/3 ആണ്. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് 10/3 എത്രയാണെന്ന് നോക്കണം. 1/10 നമുക്ക് എത്രയാണ് അറിയാം? ഫിസിക്കൽ ടു എത്രയാണ്? 1/10 തന്നെ. പക്ഷെ 10/3 നമുക്ക് സ്പ്ലിറ്റ് ചെയ്താം. സ്പ്ലിറ്റ് ചെയ്തതിലൂടെ എങ്ങനെ വരുന്നത്? ഇവിടെ 10/3 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോ എത്ര കിട്ടി? ഇവിടെ 3 9 ബാക്കി 1. അപ്പൊ പോയിന്റ് 1 അല്ലെ? പോയിന്റ് നമുക്ക് ഇട്ട് കൊടുക്കണ്ട. അപ്പൊ നമുക്ക് 3 1/3 ആണ്. 10നെ നമുക്ക് സ്പ്ലിറ്റ് 10/3 എത്രയാണെന്ന് കണ്ടുവെക്കാം കേട്ടോ. 10/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 3 1/3 കിട്ടിയില്ലേ? ഇനി നമ്മൾ എഴുതാൻ പോവാണ് കേട്ടോ. നോക്കുക. 1/10 ഇൻറ്റു 10/3 10/3 അവിടെ നമുക്ക് ഇങ്ങനെ ഇതിൽ കൂടെ 3 1/3 അല്ലേ? അല്ലേ? അപ്പൊ 3 പ്ലസ് 1/3 ഇത് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. കാരണം പ്ലസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ? ഇനി നമ്മൾ ഓരോന്നും ഇൻറ്റു ചെയ്യാം. ഓക്കെ. 1/10 ഇൻറ്റു 3 1 ഇൻറ്റു 3 എത്രയാ? 3/10 കിട്ടിയോ? പ്ലസ് 1 ഇൻറ്റു 1 1 10 ഇൻറ്റു 3 30. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറി കിട്ടി. 1/3 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണെന്ന് കിട്ടി? നോക്കി. ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ ചെയ്ത് വന്നിട്ട് ഇവിടെ കളം വരിക. 1/3 എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? ഇസിക്കൽ ടു 3/10 പ്ലസ് 1/30 ആണ്. അതിനെ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. ഈ 3/10 ഇങ്ങോട്ട് വരാം. അപ്പൊ എന്താണ്? 1/3 മൈനസ് 3/10 3/10 ഇങ്ങോട്ട് കൊണ്ടുപോകും മൈനസ് ആയി ഇസിക്കൽ ടു 1/30. ഇപ്പൊ നോക്കിയേ, ഈ സംഖ്യ 3/10 എന്ന് പറഞ്ഞാൽ 1/3 എത്ര ഭാഗം എടുത്തു നോക്കിയേ? നമ്മൾ സംഖ്യയുടെ ഞാൻ പറഞ്ഞ 10നെ 2 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 8 10നെ 8 കൊണ്ടാ മൈനസ് ചെയ്യുമ്പോൾ 2 വരുന്നത്. അപ്പൊ 1/3 3/10 കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇസിക്കൽ ടു കിട്ടുന്നത് 1/30. 1/30 എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു സെന്റിമീറ്റർ ഇപ്പൊ എടുത്തിട്ട് അതിനെ 30 ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ചെറുതല്ലേ? ചെറുതാണിത്. അപ്പൊ കുറച്ചടുത്തു. 1/3 കുറച്ചുങ്ങൾ അടുത്തു. 1/3 അടുത്ത് അപ്രോക്സിമേറ്റ്ലി എത്ര അടുത്തെത്തു എന്നാണ് നോക്കുന്നത്. അപ്പോ 1/3 എത്ര അടുത്തെത്തിയിട്ടുണ്ട്? 3/10 എന്ന് പറഞ്ഞാൽ കുറച്ചടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത് പോരാ. നമുക്ക് ഏറ്റവും അടുത്തിട്ട് വേണമെന്നാ പറയണേ. ചോദ്യം ഇതാണ്, 10നോട് ഏറ്റവും അടുത്തിട്ട് അല്ലെ? 10ന്റെ ഡിനോമിനേറ്റർ. അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി പറഞ്ഞു തരാം. ഇത് നമ്മൾ എന്താ ചെയ്തതെന്നൊക്കെ 1/3
ആദ്യത്തെ സ്റ്റെപ്പുകൾ ശരിക്കും ഓർഡറിൽ നോക്കിയാൽ ഇതേപോലെ തന്നെ ആവർത്തിക്കുന്ന ഇനി ഫുൾ ഈ പാഠത്തിന് ഫുൾ ഇതാണ്. അപ്പൊ 1/3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു നമ്മള് ആദ്യം 10 × 10 ശരിക്കും സ്റ്റെപ്പുകൾ മറക്കാണ്ട് ചെയ്യാം. ആദ്യം നമ്മൾ 10 × 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. 10 × 10 കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് ഒന്ന് ഷഫിൾ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഈ 1-ന് നമ്മൾ ഇവിടുത്തെ 10 കൊടുക്കുക, ഈ 3 എടുത്ത് അങ്ങോട്ട് കൊടുത്തു. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. 1/10 10/3 അല്ലെ ഇസിക്കൽ ടു എത്രയാ വരുന്നത്? 1 ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇസിക്കൽ ടു ഇവിടെ നമ്മൾ ചെയ്തു 1/10 ഇൻറ്റു 3 + 1/10. അത് ഞാൻ ഇവിടെ പറഞ്ഞു ഈ 10/3-നെയാണ് നമ്മൾ എന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തപ്പോ 3 1/3 കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ അടുത്ത കണക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 1 × 10 1/10-നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ 3/10 കിട്ടി. 1/10-നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ 1 × 3 അപ്പൊ താഴത്തെ 10 3/10. ഇനി 1/10-നെ 1/3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ 1 × 1 1 10 × 3 30 കിട്ടിയില്ലേ? അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ സ്റ്റെപ്പ് എടുത്ത് എഴുതിയത്. ഇനി ചെയ്യുമ്പോ ഇത്രയും കുറെ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട. ഇപ്പൊ മനസ്സിലായി. ഇനി ഇത് ഞാൻ കാണിച്ചു തരാം. അത് 100 കൊണ്ട് ചെയ്യുമ്പോ എങ്ങനെ ശരിയാവണത്. ഇനി അടുത്തത് എന്താ ചെയ്തത്? 1/3 എന്താണ് ഇപ്പോ 3/10 + 1/30 കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ 1/3-നെ 3/10-നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്തായി 1/30. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഇത് കിട്ടി. ഫസ്റ്റ് വൺ കിട്ടി. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ നമുക്ക്. 1/3-നെ രണ്ടാമത്തെ സ്റ്റെപ്പ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോ ഇതുപോലെ തന്നെ ചെയ്യാം. 1/3 ഇനി ഇത് ആവർത്തിച്ച് ചെയ്യണം. എല്ലാം ചെയ്യണം കേട്ടോ. ഇവിടെ തന്നെ നിങ്ങൾ പൂജിട്ടേക്കരുത്. അടുത്ത സ്റ്റെപ്പ് ഇത് കഴിഞ്ഞിട്ട് എഴുതണം. 1/3 = 100 × 100 ചെയ്യണം. 100 × 100 എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? ഞാൻ പറഞ്ഞു നേരെ ഒന്ന് ഷഫിൾ ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് 100 ഇവിടെ എത്രയായി? 3 100/3 അല്ലെ? 1/100 × 100/3 ഇതുപോലെ നമ്മള് ഇനി എന്ത് ചെയ്യണം? 100-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 3 അല്ലെ? 9 ബാക്കി 1 10 3 9 ബാക്കി 1 ഇനി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് നമുക്ക് ഡെസിമൽ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 33 100/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 33 1/3 33 1/3 കിട്ടി. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പൊ ഇവിടെ നമ്മള് 10-ന് ആദ്യം 10 ഇട്ട് ചെയ്തു. പിന്നത്തെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് 10-ന് പകരം 100 ഇട്ടു. അപ്പൊ എന്നിട്ട് വീണ്ടും ഷഫിൾ ചെയ്തു അങ്ങോട്ട്. ഇവിടെ 1/100 100/3 ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/100 ഇൻറ്റു അല്ലെ 100/3 എത്ര കിട്ടി? 33 + 1/3 ആണ്. 33 1/3 എന്ന് പറഞ്ഞാൽ 33 + 1/3. ഇനി നമ്മൾ ഇത് ഇൻറ്റു ചെയ്യാം. ഇതുപോലെ തന്നെ 1 × 33 ഇവിടെ എത്ര വന്നു? 33 അല്ലെ? പിന്നെ 1 × 1 എത്ര വരുന്നത്? 1 100 × 3 വരുമ്പോ 300 വരാം. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇനി എങ്ങനെ എഴുതാം? ഇവിടെ വരെ നമ്മൾ എഴുതി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നത് ഇതാണ്. 1/3 = എന്ത് വരും? 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33/10 + 1/300 കിട്ടിയേ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇവിടെ ഇതുപോലെ ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ് കിട്ടിയ പോലെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കിട്ടും. 1/3 മൈനസ് ഇവിടെ എത്രയാ? 33/10 ആണ് ഇത് വരുന്നത്. 33/10 = 1/300. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് കിട്ടി. ഇത്രയും ചെയ്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് എഴുതുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് കിട്ടണം. എങ്ങനെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് കിട്ടാൻ? 100-ന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്യണം. 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇതിന് 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ ഇവിടെയും എത്രയാണ്? 1000 അല്ലെ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 333/1000. അപ്പൊ ഇവിടെ എത്ര കിട്ടി?
ഇത് 3000 കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് ശരിയാക്കി വരുമ്പോൾ എന്ത് സിമ്പിൾ ആയിട്ട് ഇപ്പൊ കിട്ടിയതൊക്കെ 333 പ്ലസ് 1/3 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എത്രയാണ്? 1/3 മൈനസ് 333 ബൈ 1000 is equal to 1/3000. കിട്ടിയില്ല എല്ലാവർക്കും? ഈ 3 സ്റ്റെപ്പാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഇത് മാറ്റി 0 കൂട്ടല്ല ചെയ്യേണ്ട കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പിൽ 10 കൊണ്ട് ഇൻഡ് ചെയ്തു, ഒരെണ്ണം കിട്ടിയാൽ പിന്നെ സുഖമാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നത്? നമ്മള് 100 കൊണ്ട്, പിന്നത്തെ വരുമ്പോ 1000 കൊണ്ടായി അല്ലേ? 1/1000 ആക്കി. സ്റ്റെപ്പ് ശരിക്കും ചെയ്യണം കേട്ടോ. ആദ്യം 10x10 കൊണ്ട് ചെയ്യാം, പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് 100x100 ചെയ്യാം, പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് 1000x1000. അപ്പൊ നമുക്ക് ഇവിടെ വരെ കിട്ടി 3 ഇക്വേഷൻസ് കിട്ടി. ഈ 3 ഇക്വേഷൻസിനെയാണ് ഇനി നമ്മൾ കൊണ്ടുവരുന്നത്. നോക്കിയേ, ഇതില് 3/10 മൈനസ് ചെയ്യുമ്പോ 1/3ന്ന് 3/10 മൈനസ് ചെയ്താൽ 1/30 ആണ്. 1/3നെ 33/100 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 1/300 ആണ് കിട്ടുന്നത്. 1/3നെ 333/1000 കൊണ്ട് മൈനസ് ചെയ്യുമ്പോ 1/3000. ഇതിലെ ഏതാണ് ചെറുത് നോക്കിയേ? 30ലെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു ചെറുതാണ്. ഒരു ഭാഗം ഒരു സെന്റിമീറ്റർ എടുത്തിട്ട് അതിന് 30 ഭാഗമൊക്കെ. 1 സെന്റിമീറ്റർ നമ്മളിപ്പോ ഒരു വര, ഈ വര എടുത്തിട്ട് അതിനെ 30 ഭാഗമാക്കിയിട്ട് ഒന്നെടുക്കാം. അപ്പൊ ചെറുതാണ് നമുക്കറിയാം. പക്ഷെ ഈ വരയുടെ തന്നെ 300 ഭാഗമാക്കി നോക്കി, എന്നിട്ട് അതിലൊരു ഭാഗം. അപ്പൊ ഇതിനേക്കാൾ ചെറുതായി ഇത്. ഇനി അത് തന്നെ ആ വരനെ തന്നെ 3000 ഭാഗമാക്കിയിട്ട് അതിൽ നിന്നൊന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞിതായി ഇല്ലേ? വളരെ ചെറിയ നമ്പറായി. വളരെ ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 1/3 അടുത്തടുത്തടുത്തടുത്ത് വന്നു അല്ലേ? 1/. അപ്പൊ നമ്മൾ ഇതിന്റെ എഴുതേണ്ടത് 3/10 അല്ലെ? 1/3 അടുത്ത് എടുക്കുന്നത് ഏതാ? 3/10. അതിനേക്കാൾ അടുത്ത് എടുക്കുന്നത് എത്രയാണ്? 33/100 ആണ്. അതിനേക്കാൾ അടുത്ത് എടുക്കുന്നത് എത്രയാണ്? 303/1000 ആണ്. ഇനി ഒരെണ്ണം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3303/10,000 കിട്ടും ഇല്ലേ? അങ്ങനെ കിട്ടില്ലേ നമുക്ക്? ഇനി ഇതിന്റെ ഡെസിമൽ ഫോം ചെയ്യാം. 10/3 എത്രയാ? 0.3. ഇവിടെ വരുമ്പോ എത്ര ചെയ്യാം? 0.33. പിന്നത്തെ വരുമ്പോ എത്രയാണ്? 0.333. ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ഉത്തരം നമ്മൾ എഴുതാം 1/3 is approximately not equal to. ഈക്വൽ അല്ല, അപ്രോക്സിമേറ്റ്. നമ്മൾ അപ്രോക്സിമേറ്റ് എങ്ങനെയാണെന്ന് എങ്ങനെ വളച്ചിട്ട് അതായത് 0.333. അപ്പൊ നമ്മുടെ ഫൈനൽ ഉത്തരം കിട്ടി. 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.3333. കിട്ടിയില്ലേ? കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ അടുത്തൊരു കണക്കും കൂടി നമ്മൾ ചെയ്താൽ നമുക്ക് എളുപ്പമാവും നിങ്ങൾക്ക്. ഇപ്പൊ നമുക്ക് കിട്ടി. നമ്മളിവിടെ ഉത്തരം നോക്കിയതൊക്കെ ഈ 1/3 എന്നുള്ള 0. ഇതല്ലേ നമ്മളിവിടെ ഹരിച്ചപ്പോ കിട്ടി നോക്കിയേ. അറ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയപ്പോ ഉത്തരം എത്ര കിട്ടിയേ? എന്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഡിവിഷൻ ചെയ്യാനോ നമ്മൾ മുൻപൊക്കെ പഠിച്ചു. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ഇതാണ് 10ന്റെ അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ടു 10 അടുത്ത് വരുന്ന ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണെന്ന് നോക്കാൻ പറഞ്ഞപ്പോ നമ്മൾ ചെയ്തു 0.333. കിട്ടിയില്ലേ 3 സ്റ്റെപ്പ്? ഇതുപോലെ തന്നെ നമുക്ക് 1/6 ഒന്ന് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്.